ഉലകം ചുറ്റി നിന്നു ഞാൻ, മനസ്സിൽ തിരുടനാണു ഞാൻ, അണ്ടർ വേൾഡ് കിങ് ഞാൻ, സാന്റ ഞാൻ. ഓഹോ കന്നഡ കട്ടി 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 ഞാൻ പാട്ട് പാട്ടോട്ടാ. ഉണ്ണിയേശു മണ്ണിൽ നിന്ന് വന്ന ശാന്തരാത്രി, നന്മ മണ്ണിൽ അവതരിച്ച പുണ്യരാത്രി, ഒന്നു ചേർന്ന് പാടിരേ ഹല്ലേലൂയ. ഉലകം ചുറ്റി നിന്നു ഞാൻ, നിൻ മനസ്സിൽ തിരുടനാണു ഞാൻ, അണ്ടർ വേൾഡ് കിങ് ഞാൻ, സാന്റ ഞാൻ. ഓഹോ ഓഹോ വെൺപ്രാക്കൾ മാറുന്നുണ്ടേ, നമ്മുടെ സാന്റ കൂടെ ഉലകം ചുറ്റി നിന്നു ഞാൻ, നിൻ മനസ്സിൽ. നാൻസി കൊട്ട് 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 ക്രിസ്മസ് രാവ് ഹായ് നമസ്കാരം, ഞാൻ മലയാളികളുടെ സ്വന്തം യൂട്യൂബർ, റിവ്യൂവർ, ആക്ടർ, ഇൻഫ്ലുവൻസർ അലിൻ ജോസ് പെരേര AJP ആണ്. അപ്പോ ശാന്തിയുടെയും നന്മയുടെയും സമാധാനത്തിന്റെയും ഒരു ദിവസമാണ് ഡിസംബർ 25. അപ്പോ ക്രിസ്മസ് ആണ് ഇന്ന്. അപ്പോൾ ക്രിസ്മസിനെ പറ്റി സന്ദേശം എന്ന് പറഞ്ഞാൽ സമാധാനത്തോടെ ജീവിക്കുക, പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറ്റം ചെയ്യാൻ മാത്രമല്ലാണ്ട് പരസ്പരം പാവപ്പെട്ടവരെ ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുക, പിന്നെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കുക, ഗൾഫിൽ പോയ ആൾക്കാർ സമാധാനത്തോടെ ജീവിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും, സെൽഫോൺ ഉപയോഗിക്കുന്ന മലയാളികൾക്ക് എന്നെയും സന്തോഷമൊക്കെ അറിയാം. അപ്പോൾ അതുപോലെ അലിൻ ജോസ് പെരേര സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും, നമ്മളെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസ നേരുകയാണ്. പക്ഷേ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ക്രിസ്മസിന് ചെറിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഉണ്ണിയേശു പറക്കുന്നത് ബെത്ലഹേമിലാണ്, ബെത്ലഹേമിലെ പുൽക്കൂടിൽ. അപ്പോൾ പുൽക്കൂടില് ഉണ്ണിയേശു പറക്കുന്നത് വെച്ചാൽ ഒരു നക്ഷത്രങ്ങൾ കണ്ടു, രാജാക്കന്മാർ വന്നു, ഗിഫ്റ്റുകൾ കൊടുക്കുന്നു, അങ്ങനെയുള്ള ഒരു ബൈബിൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, നന്മ നിറഞ്ഞ ആൾക്കാരായിട്ട് ജീവിക്കുക, ജീവിതത്തിൽ ഉന്നതങ്ങളിലേക്ക് പോയാലും ആൾക്കാർ വ്യക്തിപരമായിട്ടും പരസ്പരം സഹോദരം സ്നേഹം ഉണ്ടാവുക എന്ന മെസ്സേജുകൾ നിർത്തുന്നു. അപ്പോൾ എല്ലാ മലയാളി പ്രേക്ഷകർക്കും നമ്മുടെ അലിൻ ജോസ് പെരേരയെ സ്നേഹിക്കുന്ന എല്ലാവിധ ലോകമെമ്പാടുമുള്ള കേരളക്കര അല്ലെങ്കിൽ ഗൾഫ് നാട്, മറുനാടൻ, പിന്നെ അമ്മ സംഘടനയുള്ള എല്ലാ ആൾക്കാർക്ക് അമ്മ സംഘടന, സിനിമാ സംഘടന, പിന്നെ ആത്മാ സംഘടന, അങ്ങനെ ഫെഫ്ക, പിന്നെ WCC, അങ്ങനെ എല്ലാ സംഘടനയുടെ പേരിലും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുകയാണ്. എന്നെ അറിയാത്ത ഒരു സിനിമ നടനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ അറിയാത്തവർ കുറവായിരിക്കും. മലയാള സിനിമയിലും അമ്മയിലും ഉള്ള എല്ലാവർക്കും എന്നെ അലിൻ ജോസ് പെരേരയെ അറിയാം. അപ്പോൾ അമ്മയിലുള്ളവർക്കും എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. ലാലേട്ട, മമ്മൂക്ക, ദിലീപേട്ട, ഐ ലവ് യു. എല്ലാവർക്കും ക്രിസ്മസ് ആശംസ നേരുന്നു. നമ്മുടെ ഷയാസ് ഏട്ട ക്രിസ്മസ് ആശംസകൾ നേരുന്നു. പിന്നെ ടൊവിനോ, ദുൽഖർ സൽമാൻ, പിന്നെ ആസിഫ് അലി, ഉണ്ണി മൂന്തൻ, ഷൈൻ ടോം ചാക്കോ, പിന്നെ നമ്മുടെ വിനയ് ഫോർട്ട്, അങ്ങനെ എല്ലാ ആൾക്കാർക്കും, ഒമർ ലുലു സാറ്, അങ്ങനെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസ നേരുകയാണ്. പേര് വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം. ചാക്കോച്ച ക്രിസ്മസ് ആശംസ നേരുന്നു. അപ്പോൾ രാജുവേട്ട ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ലോകമുള്ള എല്ലാ മലയാളികൾക്കും, പിന്നെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള എല്ലാ നടിമാർക്കും, ഇപ്പോൾ അനശ്വര രാജൻ, നിക്കി കൽറാണി, നമ്മുടെ നിത്യമേനോൻ ചേച്ചി, പിന്നെ എന്താണ് പറയുക, നമ്മുടെ അനാർക്കി മലക്കര ചേച്ചി. അപ്പോൾ ഒരുപാട് റിവ്യൂവിൽ നമുക്ക് സപ്പോർട്ട് വന്ന മാലാപ്പതി ചേച്ചിക്കും ക്രിസ്മസ് ആശംസ നേരുകയാണ്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന മലയാള സിനിമ എന്ന റിവ്യൂ എന്ന മേഖലയിൽ ശോഭിച്ച രണ്ട് തിളങ്ങുന്നതാണ്. ആൾക്കാർ കോമാളി ഇമേജ് പറയും, പക്ഷേ എങ്കിലും രണ്ടുപേരും പോപ്പുലർ ആണ്. സന്തോഷ് വർക്കി, അലിൻ ജോസ് പെരേര എന്ന് പറയുമ്പോൾ. അപ്പോൾ രണ്ടുപേരും വിറ്റാണ് സോഷ്യൽ മീഡിയ കഴിയുന്നതെന്ന് പറയാം.
അപ്പോൾ എന്തായാലും നമുക്ക് പൈസ കിട്ടുന്നുണ്ട്, ചെറുതായിട്ട് വരുമാനം ഉണ്ട് ഇതിലൂടെ. അപ്പോൾ എന്തായാലും മലയാളികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. അപ്പോൾ WCCക്കും അമ്മയ്ക്കും ഫെഫയ്ക്കും പേരിൽ എല്ലാവരോടും ഞാൻ ക്രിസ്മസ് ആശംസ പറയുകയാണ്. ടൊവിനോ, ദുൽഖർ സൽമാൻ, ബേസിൽ ജോസഫ് എല്ലാവർക്കും പാട്ടിന്റെ പാട്ടും കേൾക്കണം, പാട്ട് ഒരിക്കൽ കേൾക്കേണ്ടതാണ്. വെൺട്രാക്കൽ മരുന്നുണ്ടേ നമ്മുടെ സാന്റെ കൂടെ ഉണ്ടേ, ഓഹോ 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 നമ്മുടെ സാന്റെ കൂടെയുണ്ട്, ഓഹോ ഓഹോ ഓഹോ. കടി നിങ്ങൾ ഉണ്ണീശുവിന് പാട്ട് ഞാൻ പാടാം കേട്ടോ. ഉണ്ണീശു മണ്ണിൽ നിന്ന് വന്ന ശാന്തരാത്രി, നന്മ മണ്ണിൽ അവതരിച്ച പുണ്യരാത്രി, ഒന്നു ചേർന്ന് പാടണം ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഉണ്ണിയേശു മണ്ണിൽ നിന്ന് വന്ന ശാന്തരാത്രി, നന്മ മണ്ണിൽ അവതരിച്ച പുണ്യരാത്രി. കട്ടി തൊപ്പി വെച്ചിട്ടുണ്ട്. പിള്ളേർക്ക് വീട്ടിൽ പോണം, ആ പിള്ളേർക്ക് വീട്ടിൽ പോണം. ആ അല്ലേ, അത് നിങ്ങൾ വീട്ടിൽ തിരക്കി വരും.